ഹലോ കൂട്ടുകാരെ, പൂക്കൾ എറുത്തും മമ്മിക്ക് കൊടുക്കുന്ന എറുക്കുവാവെ കണ്ടോ? പൂക്കളെല്ലാം ഇറുത്തുകൊണ്ടേ മമ്മിയുടെ കൈ കൊടുക്കുന്നു കുഞ്ഞെറുക്ക്. നടക്കാൻ തുടങ്ങിയ പിന്നെ എല്ലായിടത്തോടും നടക്കണം. കണ്ടോ, നടന്ന് പൂ പറിച്ച് മമ്മിയുടെ കൈ കൊണ്ട് കൊടുക്കുകയാണ്. സമയം നടക്കണം, പുറത്തൂടെ ഇറങ്ങി നടക്കണമെന്നാണ് അവൻ്റെ ഇഷ്ടം. പിങ്കാ റോസിൻ്റെ പൂവ് പറിക്കുന്നുണ്ട്. അടുത്ത സ്പൈഡർ ലില്ലിയുടെ പൂ പറിക്കുന്നു. ഇപ്പം പേരക്കകത്ത് ഇരിക്കുകയില്ല, എപ്പോഴും മുറ്റത്തൂടെ അല്ലെങ്കിൽ നടക്കാൻ പോകണം റോഡെ. കണ്ടോ, ഇനിയും പൂ പറിക്കാൻ നടക്കുന്നു. 1.25 വയസ്സായതേ ഉള്ളൂ. എല്ലായിടത്തൂടെ പെട്ടെന്ന് പെട്ടെന്ന് നടക്കും. ഇതാ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടെ പിള്ളേർക്ക് കളിക്കാനുള്ള കോർണറുണ്ടേ, അവിടെ കളിക്കുകയാണ്. പൂ പറിച്ചിട്ട് മമ്മിക്ക് കൊടുത്ത് കണ്ട കൈ നീട്ടി കൊടുക്കുന്നു. രാവിലെ തോട്ടത്തിക്കട നടക്കുന്നതൊക്കെ കൊച്ചിന് ഇഷ്ടമാണ്. പൂന്തോട്ടത്തിക്കട പച്ചക്കറിക്കകത്തോട്. ഇങ്ങനെ അടി വെച്ച് മുന്നോട്ട് നടക്കുകയാണ് നമ്മുടെ എറുക്ക് ബാവ. മുറ്റത്തൊരു മുളക് ഉണ്ട്. ആ പച്ചമുളകിൻ്റെ എല്ലാം ചെറിയ ചെറിയ മുളക് പറിച്ചുകൊണ്ട് വരും. അമ്മേ ഇതാ മുളകെന്ന് പറഞ്ഞുകൊണ്ട്. കുഞ്ഞു കുഞ്ഞു കുസൃതികളുണ്ട്, കൊച്ചു കൊച്ചു കുസൃതികൾ. പാപ്പം കഴിക്കാൻ ഭയങ്കര മടിയാണ്. നടക്കുന്ന ഇടയിലെല്ലാം പാപ്പം വായി കൊടുക്കും. ഇത് പുസ്തകം വായിക്കുന്നു, വണ്ടി ഓടിക്കുന്നു. ഇവിടെ എല്ലാം പിള്ളേർക്ക് കളിക്കാനുള്ള സൗകര്യമുണ്ടേ. ഒരു ഷോപ്പിങ്ങിന് ഒരു കടപ്പപ്പം കണ്ടാണത്. പുല്ല് വെട്ടുന്ന അമ്മയെ നോക്കുന്നു. റോഡെ നടക്കുമ്പോൾ എന്ത് പൂ കണ്ടാലും പറിക്കണമെന്ന് അവൻ്റെ നിർബന്ധമാണ്. എല്ലാ പൂവും പറിക്കാൻ പറ്റിയല്ല, പല വിഷമൊക്കെ ആണോന്ന് അറിയത്തില്ലല്ലോ.
ഇതാകുമ്പോൾ നമ്മൾ വളർത്തുന്ന ബിങ്ക റോസല്ലേ, കുഴപ്പമില്ലല്ലോ എന്ന് ഓർത്താൽ പിന്നെ പറിക്കാൻ സമ്മതിച്ചു. ഓസ്ട്രേലിയ റോഡ് സൈഡിൽ കൂടെ എല്ലാം നടക്കാനിറങ്ങുമ്പോൾ നിറയെ പൂച്ചെടികൾ, അതിൽ കുറ്റിച്ചെടികൾ നല്ല ഭംഗിയായിട്ട് വെട്ടി നിർത്തും. ഇതിപ്പം ഞങ്ങളുടെ മുറ്റത്തൂടെ നടക്കുന്നതാണ്. നടക്കാറായപ്പം പിന്നെ എല്ലായിടത്തൂടെ നടന്നു പോകണം കൊച്ചിന്. ഞങ്ങൾ ഒരു ഗാർഡനിൽ പോയി പെടുത്താൻ നല്ല രസമല്ലേ കൂട്ടുകാരെ. ഇവിടെ ഇറക്കുമുത്തിന് പൂ പറിക്കണമെന്ന് പറയും. അത് ഇനിയും ചെടി നല്ല രസമല്ലേ കാണാൻ. ഡെസേർട്ട് റോസ. വിത്ത് കണ്ട നല്ല രസമല്ലേ, വടി പോലെ. ഇവിടെ അത് അവൻ പൂ പറിക്കാൻ തുടങ്ങുന്നു. കൊച്ചു പൂ പറിക്കാൻ തുടങ്ങുന്നു.